ബഹുമാനപ്പെട്ട പാലാ നിയോജക മണ്ഡലം ആം ആദ്മി ഭാരവാഹികളെ, ആം ആദ്മി പ്രവർത്തകരെ, പ്രതിസ്ഥാനത്തെ സ്നേഹം നിറഞ്ഞ പ്രബുദ്ധതയുള്ള നാട്ടുകാരെ, LDF വരും, എല്ലാം ശരിയാകും. നിങ്ങളെ പോലെ തന്നെ ഞാനും അത് വിശ്വസിച്ചവളാണ്. ഞാനൊരു സാധാരണക്കാരി, ഒരു സാധാരണ വീട്ടമ്മയുടെ പ്രതിനിധിയായിട്ടാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. എനിക്ക് വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയോ രാഷ്ട്രീയ അറിവോ ഒന്നുമില്ല. സാധാരണ ഒരു സ്ത്രീയെ പോലെ ഞാൻ സംസാരിക്കുകയാണ്. ഈ പ്രവിത്താനം ഒരു ഗ്രാമപ്രദേശമാണ്. ഞാൻ ഈ നാട്ടിലെ ഒരു സാധാരണ വീട്ടമ്മയുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ അഴിമതികളോ കേരളയിലോ ഫോണോ മുഖ്യമന്ത്രിയുടെ അഴിമതിയോ മുഖ്യമന്ത്രിയുടെ മകളുടെ അഴിമതിയോ ഒന്നും എന്നെ ബാധിക്കുന്നില്ല. എന്നെ ബാധിക്കുന്നത് എന്റെയും എന്റെ മക്കളുടെയും വയറാണ്, അവരുടെ വിശപ്പാണ്, അവരുടെ വിദ്യാഭ്യാസമാണ്, അവരുടെ യാത്രയാണ്. എനിക്കതാണ് വേണ്ടത്. ഈ നാട്ടിലെ ഈ നാട് ഭരിക്കുന്ന ഭർത്താക്കളുടെ ചുമതല എന്താണ്? നമ്മളിൽ നിന്ന് പിരിക്കുന്ന, നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ടാക്സ് ഈ നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരുടെ ആഡംബരമായ ജീവിതത്തിന് വേണ്ടി, അവരുടെ തൊഴുത്തുകൾ പുതുക്കാൻ വേണ്ടി, അവരുടെ ഡൈനിങ് ഹാളിന് വേണ്ടി 12 കോടി, അവരുടെ നവകേരള യാത്രയ്ക്ക് വേണ്ടി കോടികൾ, അതിനൊക്കെ എവിടുന്നാണോ അവർക്ക് പണം? ക്ഷേമ പെൻഷൻ കൊടുക്കാൻ അവർക്ക് പൈസയില്ല. വൃദ്ധരായ 2 സ്ത്രീകൾ തെരുവിലിറങ്ങി ക്ഷേമ പെൻഷൻ 6 മാസം മുടങ്ങിയപ്പോൾ അവർക്ക് അവരുടെ വിശപ്പടക്കാൻ വേറെ മാർഗമില്ല. ഇവിടെ സ്കൂൾ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിയില്ല. ഇവിടെ പെട്രോളിന് വില ഓരോ ദിവസവും നമ്മൾ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അക്ഷീണ പ്രയത്നം ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും ഓരോന്നിനും വിലക്കയറ്റമാണ്. നികുതികൾ, ആദായ നികുതിയായി, വൈദ്യുതി നികുതിയായി, നമ്മൾ എല്ലുമുറിയെ പണിയെടുത്ത് ഒരു വീടുണ്ടാക്കിയാൽ അവിടെ കിടത്തി ഉറക്കില്ല. അപ്പോൾ വന്നു അവിടെയും പുതിയ നികുതികൾ. പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരായ നമ്മളുടെ ആവശ്യം എന്താണ്? നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും നടത്തി തരുവാൻ കഴിയാത്ത ഒരു സർക്കാർ എന്തിനാണ്? ഈ ഗ്രാമത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ, നിങ്ങളൊന്ന് ചിന്തിക്കുക തന്നെ വേണം. ചിന്തിച്ചേ പറ്റൂ. ഇവിടെ മാറ്റത്തിന്റെ മണിയൊച്ച മുഴങ്ങിക്കഴിഞ്ഞു. എപ്പോഴാണ് ഒരു സമൂഹത്തിൽ നാം മാറ്റം ആവശ്യപ്പെടുന്നത്? എപ്പോഴാണ് നാം ഒരു മാറ്റം ആഗ്രഹിക്കുന്നത്? അഴിമതിയും ആക്രമണവും നമ്മൾ മടുത്തു കഴിയുമ്പോഴാണ് നമ്മൾ ഒരു മാറ്റം വേണമല്ലോ എന്ന് ആഗ്രഹിച്ചു പോലും തുടങ്ങുന്നത്. ഇവിടെ അങ്ങനെ മാറ്റം ആഗ്രഹിക്കാൻ തുടങ്ങിയ കുറച്ചു പേർ മാത്രമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നത്? ഈ ഭരണത്തിൽ മാറി വരുന്ന ഭരണത്തിൽ 75 വർഷമായി നമ്മൾ കാത്തിരിക്കുന്നു. ഇവരെ കൊണ്ടുവരും, ക്ഷേമം കൊണ്ടുവരും. ഇല്ല പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ ഇവര് 2 കൂട്ടരും വലതും ഇടത്തും ഒന്നും ഈ ക്ഷേമം കൊണ്ടുവരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു 3ാം മുന്നണിയെ കുറിച്ച് ചിന്തിച്ചേ പറ്റൂ, ചിന്തിച്ചേ മതിയാകൂ. മാറ്റം ആവശ്യമാണ്, മാറേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെയാണ് ആം ആദ്മി എന്ന പ്രസ്ഥാനത്തിന്റെ പ്രസക്തി. പ്രിയപ്പെട്ടവരെ, ഒരു സാധാരണ പൗരൻ, എന്നെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു പൗരൻ IAS പാസ്സായി ഈ നാട്ടിൽ നടക്കുന്ന അഴിമതികൾ കണ്ട് മനം മടുത്ത് ഈ നാട്ടിലൊരു മാറ്റം ആവശ്യമാണെന്ന് കരുതി അതിന് ജന്മം കൊടുത്തതാണ് 2012 ആം ആദ്മി എന്ന ഈ പാർട്ടി. ആം ആദ്മി എന്നാൽ സാധാരണ മനുഷ്യർ, സാധാരണ മനുഷ്യരുടെ പാർട്ടി. സത്യസന്ധതയാണ് ഈ പാർട്ടിയുടെ മുഖമുദ്ര. ചൂലാണ് ഞങ്ങളുടെ ആയുധം. ചൂലെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിലുള്ളവരുടെ കയ്യിൽ കാണുന്ന ആയുധമാണ്. പക്ഷേ ആ ചൂലിന്റെ ധർമ്മം വളരെ വലുതാണ്. അടിച്ചു വൃത്തിയാക്കുക, അഴിമതി ഇല്ലാതാക്കുക, മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, അതാണ് ചൂലിന്റെ ധർമ്മം. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ. ആം ആദ്മി പാർട്ടി രൂപം കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് നൽകാൻ വേണ്ടി മാത്രമാണ്. നമ്മളിൽ നിന്ന് പിരിക്കുന്ന നികുതി പണം കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നടത്തുക. പ്രിയപ്പെട്ടവരെ, അറിയില്ലെങ്കിൽ നിങ്ങൾ
ഡൽഹിയിലെയും പഞ്ചാബിലെയും ഒക്കെ ഭരണത്തെ കുറിച്ച് ഒന്ന് പഠിക്കുക. ആ നാട്ടിൽ അതൊക്കെ സാധ്യമാകുമെങ്കിൽ ഈ നാട്ടിൽ ഇവിടുത്തെ ഭരണകർത്താക്കൾക്കും അത് സാധ്യമാകും. പക്ഷേ കൈയിട്ട് വാരുന്നത് അവർ നിർത്തിയേ പറ്റൂ. കൈയിട്ട് വാരിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും നമ്മുടെ പാത്രം നിറയില്ല. അതുകൊണ്ട് ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ ചിന്തിക്കുക. 75 വർഷമായി മാറി മാറി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വോട്ട് നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ച് ഒരു മാറ്റത്തിന് വേണ്ടി ഒരു മൂന്നാം മുന്നണിയായി നിങ്ങളുടെ അടുത്തെത്തുന്ന സാധാരണക്കാരന് വേണ്ടി നിലകൊള്ളുന്ന ആം ആദ്മി പാർട്ടിക്ക് കൊടുത്തുകൊണ്ട് ഈ നാടിന്, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, ഈ നാട്ട് നമ്മൾ പിറന്ന ഈ മണ്ണിൽ അന്തസ്സോടും അർഹതയോടും നമുക്ക് അവകാശപ്പെട്ടത് നേടിയെടുത്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ഇലക്ഷനിൽ പ്രവർത്തിക്കുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ ശ്രമിച്ച സ്നേഹം നിറഞ്ഞ നാട്ടുകാർക്ക് നന്ദി, നമസ്കാരം.